തീർച്ചയായും ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നതും അതായത് ഒരു നമ്മൾ മലയാളത്തിൽ നിന്നും കണ്ടിട്ടുള്ളതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ഒരു സിനിമ. അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഒരു തുടക്കം മുതൽ പൃഥ്വിരാജ് അടക്കമുള്ളവർ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു അണിയറ പ്രവർത്തകരടക്കം പറഞ്ഞു വെച്ചത് ഒരു ഹോളിവുഡ് ലെവലുള്ളൊരു മൂവി. എന്നാൽ പോലും പൃഥ്വിരാജ് പറയുകയുണ്ടായി ഇതങ്ങനെ വലിയ ഒരു സംഭവമല്ല, ഇത് തൻ്റെ ഒരു ചെറിയ പടമാണ്, തൻ്റെ ഒരു ചെറിയ ചിത്രമാണെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞു വെച്ചത്. ആ ഒരു തരത്തിലേക്ക് കൂടെ നോക്കുമ്പോൾ ഈ സിനിമ ആദ്യ അവസാനം നമുക്കറിയാം 3 മണിക്കൂറോളം ഈ ഒരു സിനിമയുണ്ട്. എവിടെയെങ്കിലും ഒരു ലാഗായിട്ട് ഫീൽ ചെയ്യുകയോ, കാരണം 3 മണിക്കൂർ ഒരു പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം അത്രയും എൻഗേജിംഗ് ആയിട്ട് തന്നെ ആ ഒരു സിനിമ പോവേണ്ടതായുണ്ട്. ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ പൃഥ്വിരാജ് ഈ പറഞ്ഞ തൻ്റെ ഒരു ചെറിയ സിനിമ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു വെച്ച ആ ഒരു വാക്കുകൾ അതിനെങ്ങനെ നമുക്ക് നോക്കിക്കാണാം? ഫസ്റ്റ് ഓഫ് ഓൾ അത് പൃഥ്വിരാജിന്റെ ഒരു എന്താ പറയാ ഡൗൺ ടു സാധനമാണ് ഈ ചെറിയ സിനിമ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടിറങ്ങി ഒരു പ്രേക്ഷകനും ഇതൊരു ചെറിയ സിനിമയായിട്ട് പറയാൻ പറ്റും. ഇത് വലിയ ക്യാൻവാസിന് വൈഡ് ആംഗിൾസിന് ഒരുപാട് എന്താ പറയാ ടെക്നോളജി ഉപയോഗിച്ചെടുത്ത ഒരു വസ്തു. ഇതിനെ ഉപയോഗിച്ച ഓരോ പെന്നിയും അതിന്റെ ഓരോ സ്ക്രീനിലും ഓരോ ടെക്നിക്കാലിറ്റീസിലും നമുക്ക് വിസിബിൾ ആണ്. ഇനി ഫോർ മീ ഈ ഒരു പെർട്ടിക്കുലർ സിനിമ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലാണ്. ഈ ഒരു സിനിമ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്ത് കയറുന്ന ഒരു പ്രേക്ഷകൻ, ഈവൻ ഈ അതൊരു ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ പോലും, എനിക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഈ ഒരു സിനിമേനെ ഒറ്റയ്ക്ക് ഒരു സ്റ്റാൻഡ് അലോൺ പടമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ ഞാനും സംസാരിക്കുന്ന ഈ ഹോളിവുഡ് റേഞ്ച് ഓഫ് സിനിമാറ്റോഗ്രാഫി അതിന് ഒപ്പം നിൽക്കുന്ന ദീപക് ദേവിന്റെ ആ ഒരു മ്യൂസിക് പാറ്റേൺ ഇതൊക്കെ ചിലർക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഐ ടെൽ യു വൺ തിങ്, ഈ സിനിമേന്റെ ഒരു ഗ്രാവിറ്റി OTT ഇറങ്ങിയതിന് ശേഷമൊക്കെ ഇതിൽ വരാൻ പോകുന്ന ഒരുപാട് ഡീകോഡിങ്ങുകളും ഈ സിനിമയിലുള്ള ഡീറ്റെയിലിങ്ങുകളും ആൻഡ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ആൻഡ് ഇതിന്റെ ഈ വെച്ച് ഡീഡിങ് ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ദീപക് ദേവിനെ. ഫോർ മീ ഓൾസോ കമ്പയറിംഗ് ടു ലൂസിഫർ ഇതിൽ വന്നപ്പോഴത്തേക്ക് ഒരു ടിപ്പ് ഫീൽ ചെയ്തു. തീർച്ചയായും എനിക്ക് തോന്നുന്നു ആ ഫൈറ്റ് സീനുകളിലടക്കം ഈ ദീപക് ദേവ് ഈ ഒരു സംഗീതം കയറ്റിയത് ഭയങ്കര അതുമായി ജെല്ലായി പോകുന്ന രീതിയിലുള്ളൊരു സംഗീതം. നമുക്കറിയാം കണ്ടംപററി ആയിട്ട് ഒരു ചെയ്യുന്ന ഒരു രീതി, ഒരു ഹോളിവുഡ് ലെവലിലുള്ളൊരു സംഗീതം കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ചെണ്ടയൊക്കെ കൊട്ടുന്ന രീതിക്കുള്ള സംഗീതം, അതൊക്കെ ഭയങ്കരമായി അതിൻ്റെ കൂടെ ജെല്ലായി പോകുന്നൊരു എലമെന്റ് ആയിരുന്നു അല്ലേ? ആക്ച്വലി മലയാളികൾക്ക് എപ്പോഴും കമ്പയറിംഗ് ടു അനിരുദ്ധ് അല്ലെങ്കിൽ അനിരുദ്ധ് വിജയ്ക്ക് വെച്ചൊരു ഇത്, അല്ലെങ്കിൽ KGF വന്നിട്ടുണ്ടായിരുന്ന രവി ബസ്രൂർ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു എന്താ പറയാ ഒരു ഇന്റർനാഷണൽ ടെറൈനിൽ ഷൂട്ട് ചെയ്തൊരു സാധനം, ആ സാധനത്തിന്റെ മുകളിൽ നമുക്ക് ഒരിക്കലും ദീപക് ദേവിന്റെ ഇങ്ങനെ ഒരു സാധനം എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും കൊണ്ടുവന്നിട്ട് ഒരു യൂഷ്വൽ കൺവെൻഷണൽ ഒരു ഇന്ത്യൻ സിനിമയുടെ പാറ്റേണിലുള്ള ഒരു BGM നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇതില് ദീപക് ദേവിനോട് ഡിമാൻഡ് ചെയ്തതും ദീപക് ദേവ് വെച്ചതുമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ക്ലാസ് ഉണ്ട് ആ ഒരു മൊത്തം BGM ആണെങ്കിലും മ്യൂസിക്കിനാണെങ്കിലും. അതൊരു സ്ലോ പോയിസൺ പോലെ ഇനി മുന്നോട്ട് കയറി പോവുകയുള്ളൂ. അതിൽ ഒട്ടും ഒരു കുറവ് വരാൻ പോകുന്നില്ല. ബട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ പലർക്കും അതൊരു ലോ ആയിട്ട് തോന്നാം. ബട്ട് ഫോർ മീ ഇപ്പൊ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പൊ റീവിസിറ്റ് ചെയ്യുമ്പോൾ അതിന് വളരെ ഒരു ഡോപ്പായിട്ട് മാറുന്നുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.